എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ഓഗസ്റ്റ് 25-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ സംശയങ്ങളിലേക്ക് കടക്കുന്ന കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ഗ്യാസ് കണക്ഷൻ ഉള്ള ആളുകൾ KYC ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അവസാന തീയതി നിലവിൽ അവസാനിച്ചിരിക്കുകയാണ്. ഇനിയും ഇപ്പോഴും അത് ചെയ്യാത്തവർക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. ചെയ്തിട്ടില്ല എങ്കിൽ ഗ്യാസ് സിലിണ്ടർ നിർബന്ധമായിട്ടും മുടങ്ങും. സെപ്റ്റംബർ മാസം മുതൽ വീണ്ടും വില കൂടാനിരിക്കുകയാണ്. ആഗോള വിപണിയിൽ ഇന്ധന വില ഗണ്യമായിട്ട് $100 ക്രൂഡ് ഓയിൽ വില എത്തുകയാണ്. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ ഗ്യാസ് വില കുറയില്ല, കൂടാനാണ് സാധ്യത. അപ്പൊ സെപ്റ്റംബർ 1-ാം തീയതി ഗ്യാസിന് വില കൂടിയേക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഗ്യാസിന് ഇപ്പോൾ നിലവിലുള്ള നിയന്ത്രണങ്ങൾ എടുത്തു കളഞ്ഞിട്ടില്ല. കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഗ്രാമപ്രദേശങ്ങളിൽ 40 ദിവസവും നഗരപ്രദേശങ്ങളിൽ 25 ദിവസവുമാണ്. അതായത് നിങ്ങളുടെ ഗ്യാസ് ഏജൻസി മുനിസിപ്പാലിറ്റിയിലാണ് നിൽക്കുന്നത് എങ്കിൽ ഏജൻസിക്ക് കീഴിലുള്ളവർക്കെല്ലാം 25 ദിവസത്തിനുള്ളിൽ ഗ്യാസ് സിലിണ്ടറുകൾ വീണ്ടും ബുക്ക് ചെയ്യാൻ കഴിയും. എന്നാൽ ഗ്രാമപഞ്ചായത്തിലാണ് ഏജൻസി നിൽക്കുന്നത് എങ്കിൽ അവിടെയുള്ളവർക്ക് 40 ദിവസത്തിന് ശേഷമാണ് വീണ്ടും ഒരു സിലിണ്ടർ ലഭിക്കുക. അത് നിയന്ത്രണം ഇപ്പോൾ തുടരുകയാണ്. KYC ചെയ്യാത്തവർ നിർബന്ധമായിട്ടും ചെയ്യുക. ഇല്ല എങ്കിൽ നിങ്ങളുടെ ഗ്യാസ് കണക്ഷൻ റദ്ദാകുന്നതാണ്. 30%, രാജ്യത്ത് 30% ആളുകൾ അനധികൃതമായിട്ടാണ് ഗാർഹിക പാചകവാതക കയ്യിൽ വെച്ചിരിക്കുന്നത് എന്നാണ് കേന്ദ്ര സർക്കാരും പൊതുമേഖലാ എണ്ണ കമ്പനികളും പറയുന്നത്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് KYC. അത് ചെയ്തിട്ടില്ല എങ്കിൽ ആ ഒരു ഗണത്തിൽ പെടുത്തിയിട്ട് എല്ലാവരെയും ചെയ്യാത്തവരെ മുഴുവൻ ഈ പട്ടികയിൽ നിന്ന് ഒഴിവാക്കും. സെപ്റ്റംബർ മാസം മുതൽ ഇതിന്റെ നടപടികൾ തുടങ്ങും എന്നുള്ളതാണ് വിവരം. അപ്പൊ എല്ലാവരും KYC നടപടി പൂർത്തീകരിക്കുക. പെൻഷൻ വീട്ടിൽ ലഭിക്കുന്ന ആളുകൾ, പെൻഷൻ ബാങ്കിൽ ലഭിച്ചിട്ടുള്ള ആളുകൾ അടുത്ത മാസത്തെ പെൻഷൻ, സെപ്റ്റംബർ മാസത്തെ പെൻഷൻ എന്ന് കിട്ടും എന്നാണ്. സെപ്റ്റംബർ മാസത്തെ പെൻഷൻ സെപ്റ്റംബർ 23, 24 ദിവസങ്ങളിലായിട്ട് വിതരണം ആരംഭിക്കുന്നതാണ്. 24-ാം തീയതി വ്യാഴാഴ്ച വൈകുന്നേരത്തോട് കൂടിയിട്ട് അക്കൗണ്ടുകളിലേക്ക് എത്താനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇനി അടുത്ത പെൻഷൻ വിതരണം ഉണ്ടാകുക. അതിനു മുമ്പ് പെൻഷൻ ലഭിക്കില്ല എന്നുള്ളതാണ്. പല വാർത്തകളും കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ നിരവധി പേരാണ് KYC നടപടി വീണ്ടും ചെയ്യണമോ എന്ന് ചോദിക്കുന്നത്. PM കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന ആളുകളോട് എല്ലാവരുമോടുമായി KYC ചെയ്യുന്നതിന് വേണ്ടി ആവശ്യപ്പെട്ടിട്ടില്ല. ആധാറുമായിട്ട് അക്ഷയയിലെത്തി KYC ചെയ്യണമോ എന്നാണ് പല ആളുകളും ചോദിക്കുന്നുള്ളത്. പക്ഷേ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നോ PM കിസാൻ വെബ്സൈറ്റിലോ ഇത്തരം ഒരു അറിയിപ്പ് വരാത്തോളത്തോളം കാലം അങ്ങനെ ഒരു ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് വന്നിട്ടില്ല. എല്ലാവരും KYC പൂർത്തീകരിക്കണം എന്ന തരത്തിലുള്ള അറിയിപ്പ് ഇതുവരെ എത്തിയിട്ടില്ല. മറിച്ചുള്ള വാർത്തകൾ വാസ്തവ വിരുദ്ധമാണ് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. PM കിസാൻ സമ്മാൻ നിധി 23-ാമത്തെ ഗഡു ഒരു പ്രശ്നവും ഇല്ലാതെ കിട്ടിയിട്ടുള്ള ആളുകൾക്ക് മസ്റ്ററിംഗ് കൂടാതെ തന്നെ അടുത്ത 24-ാം ഗഡുവും ലഭിക്കുന്നതാണ്. 24-ാമത്തെ ഗഡുവിന്റെ വിതരണം എന്നുണ്ടാകും എന്ന ചോദ്യത്തിനുള്ള കൃത്യമായിട്ടുള്ള അറിയിപ്പ് ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസത്തെ തുകയാണ്. ഒക്ടോബർ മാസം അവസാനം അല്ലെങ്കിൽ നവംബർ മാസത്തിൽ ഈ ഒരു PM കിസാൻ സമ്മാൻ നിധിയുടെ 24-ാമത്തെ ഗഡുവിന്റെ വിതരണം ഉണ്ടാകും. 5 വർഷം കൂടി PM കിസാൻ സമ്മാൻ നിധി ദീർഘിപ്പിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ അതിനുവേണ്ട ഫണ്ട് ഇപ്പോൾ അനുവദിച്ചതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് വന്നിരുന്നു. അപ്പൊ 5 വർഷം കൂടി തുടർച്ചയായിട്ട് ഈ ഒരു PM കിസാൻ സമ്മാൻ നിധി ലഭിക്കും. പക്ഷെ ഈ ഒരു തുകയിൽ ഒരു വർധനവും ഉണ്ടാകില്ല. ഒരു വർഷത്തിൽ 6000 രൂപ 3 ഗഡുക്കളായിട്ട് തന്നെയായിരിക്കും ഇനി അങ്ങോട്ടും ലഭിക്കുക. അതിനുള്ള ഒരു തുകയാണ് ഇപ്പോൾ വകയിരുത്തിയിട്ടുള്ളത്. ഇനി ലോക്സഭാ ഇലക്ഷനോടനുബന്ധിച്ച് ഇനി എന്ത് മാറ്റം 2029-ൽ നടക്കുന്ന ലോക്സഭാ ഇലക്ഷന് മുമ്പ് മറ്റെന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരുമോ എന്നുള്ളത് നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കാം. അതിനു മുമ്പ് ഒരു മാറ്റവും ഉണ്ടാകില്ല. 3 ഗഡുക്കളായിട്ട് 6000 രൂപ തന്നെയായിരിക്കും PM കിസാൻ സമ്മാൻ നിധിയിൽ വാങ്ങുന്നവർക്ക് ലഭിക്കുക. ഇപ്പോൾ പ്രത്യേകിച്ച് KYC നടപടികൾ ആരും ഒന്നും ചെയ്യേണ്ടതില്ല. നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിച്ച് നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് അങ്ങനെ ഒരു അറിയിപ്പ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ, മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ, സ്റ്റാറ്റസിൽ അങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ അവർ മാത്രം KYC അല്ലെങ്കിൽ KYC ചെയ്യുക. അല്ലാത്തവർ KYC നടപടിക്ക് വേണ്ടി അക്ഷയ കേന്ദ്രങ്ങളിലോ CSC കേന്ദ്രങ്ങളിലോ ഇപ്പോൾ പോകേണ്ടതില്ല. അതുകൊണ്ട് അത് ചെയ്യാത്തതുകൊണ്ട് ഈ ഒരു തുക മുടങ്ങില്ല എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു. ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് വെബ്സൈറ്റിൽ വന്നാൽ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അഗ്നിസാർ കർഷക രജിസ്ട്രേഷൻ ആണ്. അത് ഇപ്പോൾ നിർബന്ധമില്ല എങ്കിലും ഭാവിയിൽ ഈ ഒരു തുക ലഭിക്കുന്നതിന് വേണ്ടി നിർബന്ധമാവുന്നതാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ ഒരു കാര്യം എല്ലാവരും ചെയ്യുക. അഗ്നിസാർ കർഷക രജിസ്ട്രേഷൻ നിർബന്ധമായിട്ടും ചെയ്യുക. പിന്നെ ഫസൽ ബീമ യോജന കർഷക ഇൻഷുറൻസ്, വിള ഇൻഷുറൻസ് പദ്ധതിയാണ്.
ആ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാത്ത ആളുകൾ അതിലേക്ക് നിശ്ചിത തുക അടച്ചുകൊണ്ട് ആ ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരാത്ത ആളുകൾ നിർബന്ധമായിട്ടും ചേരുക. വളരെ ചുരുങ്ങിയ ഒരു 100 രൂപക്ക് താഴെയുള്ള വളരെ ചെറിയ ഒരു തുക മാത്രമാണ് വരുന്നത്. എന്ത് തരത്തിലുള്ള കൃഷിനാശം സംഭവിച്ചാലും അതിനുള്ള നഷ്ടപരിഹാരം കേന്ദ്ര സർക്കാർ നൽകുന്നതാണ്. കർഷകർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, SMAM പദ്ധതി പ്രകാരം കൃഷി ഉൽപ്പന്നങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ, കാർഷിക യന്ത്രങ്ങൾ പകുതി വിലക്ക് 80% വരെ വിലക്കുറവിൽ ലഭിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ തുടരുകയാണ്. സെപ്റ്റംബർ 15 വരെ ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. 1 രൂപ പോലും തിരിച്ചടയ്ക്കേണ്ട സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന നിർധനരായ വിദ്യാർത്ഥികൾക്കായി SBI ഫൗണ്ടേഷൻ നൽകുന്ന SBI പ്ലാറ്റിനം ജൂബിലി ആശാ സ്കോളർഷിപ്പ് 2026 പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. രാജ്യത്തുടനീളമുള്ള 25,707 വിദ്യാർത്ഥികൾക്ക് വേണ്ടി 100 കോടി രൂപയുടെ ധനസഹായമാണ് ലഭ്യമാക്കുന്നത്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മുതൽ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വരെ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 2026 നവംബർ 4 പഠിക്കുന്ന കോഴ്സിനെ ആശ്രയിച്ച് 15,000 മുതൽ 20 ലക്ഷം രൂപ വരെയാണ് സ്കോളർഷിപ്പിലൂടെ സാമ്പത്തിക സഹായം ലഭിക്കുക. പഠനം പൂർത്തിയാകുന്നതുവരെ സാമ്പത്തിക സഹായം ലഭിക്കും. ട്യൂഷൻ ഫീസ്, മറ്റ് വിദ്യാഭ്യാസ ചെലവുകൾ ഉൾപ്പെടെ സമഗ്രമായിട്ടുള്ള സാമ്പത്തിക സഹായമാണ് ഈ പദ്ധതിയിലൂടെ ലഭിക്കുക. 9ാം ക്ലാസ് മുതൽ ബിരുദാനന്തര ബിരുദം വരെ പഠിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കാണ് ഈ സ്കോളർഷിപ്പിനായി അപേക്ഷിക്കാൻ IIT-കൾ, IIM-കൾ, മെഡിക്കൽ പ്രൊഫഷണൽ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം. കൂടാതെ വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ്. NIRF ടോപ്പ് 300-ൽ ഉൾപ്പെടാത്തതോ NAC A റേറ്റിംഗിൽ ഉൾപ്പെടാത്തതോ ആയ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവർക്കും സഹായം ലഭിക്കും. യോഗ്യതാ മാനദണ്ഡങ്ങൾ ഇനി പറയുന്നവയാണ്. അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മുൻ അധ്യയന വർഷത്തിൽ കുറഞ്ഞത് 75% മാർക്ക് അല്ലെങ്കിൽ 7.0 CGPI നേടിയിരിക്കണം. കുടുംബ വാർഷിക വരുമാനം സ്കൂൾ വിദ്യാർത്ഥികൾക്ക് 3 ലക്ഷം രൂപയും കോളേജ് PG വിദ്യാർത്ഥികൾക്ക് 6 ലക്ഷം രൂപയും കൂടാൻ പാടില്ല. പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് 10% ഇളവുണ്ട്. മുൻ അധ്യയന വർഷത്തെ മാർക്ക് 67.50% അല്ലെങ്കിൽ 6.30% CGPA നേടിയിരിക്കണം. പെൺകുട്ടികൾക്ക് 50% സീറ്റ് സംവരണം ചെയ്തിട്ടുണ്ട്. SC/ST വിഭാഗക്കാർക്ക് 25% സീറ്റും സംവരണം ചെയ്തിട്ടുണ്ട്. അപേക്ഷ സമർപ്പിക്കേണ്ട വിധം, അപേക്ഷകൾ 2025 നവംബർ 15 മുമ്പായിട്ട് ഔദ്യോഗിക വെബ് പോർട്ടലായിട്ടുള്ള www.sbi-asha-scholarship.in എന്ന വെബ്സൈറ്റ് മുഖേന ഓൺലൈനായി സമർപ്പിക്കണം. വിദ്യാർത്ഥികൾക്ക് അക്കാദമിക് വിവരങ്ങൾ പൂരിപ്പിക്കുകയും ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്യുകയും വേണം. അപ്പോൾ തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠന ചെലവ് മുഴുവനായിട്ടും നൽകുന്ന രീതിയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അർഹരായിട്ടുള്ള വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പങ്ങളായിട്ടുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാൻ.